അപ്പോൾ നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഗുലാബ് ജാമുനാണ്. ഒരൊറ്റ വ്യത്യാസമുള്ളൂ, ഗുലാബ് ജാമുനിൽ റോസ് വാട്ടർ ചേർക്കുന്നില്ല. അപ്പോൾ അതിനായിട്ട് 1/2 ലിറ്റർ പാല് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന പാല് ഫാറ്റ് കളഞ്ഞതൊന്നുമല്ല, ഡയറക്റ്റ് പശുവും പാല് തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ പാല് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മളൊരു 2 സ്പൂൺ നെസ്ലെ എവരിഡേയുടെ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് അത്യാവശ്യം ക്വാണ്ടിറ്റി കിട്ടാനായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇനി അടുത്തത് നമ്മളിത് സോൾഡ് ആവുന്നവരെയും ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഹാർഡായിട്ടുള്ളൊരു പരിപാടി. അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി നല്ല സോൾഡായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു 30 ml ഗോതമ്പ് പൊടി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. സാധാരണ നമ്മൾ മൈദയാണ് ചേർക്കാറ്, പക്ഷേ നമ്മളിപ്പോൾ ഇത് കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത്തവണ യൂസ് ചെയ്യുന്നത് ഗോതമ്പ് പൊടി തന്നെയാണ്. അപ്പോൾ നമ്മളൊരു 30 ml ഗോതമ്പ് പൊടി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരുവത്തിനുള്ള ഡവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ആ ഒരു ഡവിൻ്റെ ടെക്സ്ചറിലേക്ക് എത്തിക്കുക. അപ്പോൾ ഡവിനായിട്ട് നമ്മൾ ഒരു പിഞ്ച് ഓഫ് ബേക്കിംഗ് പൗഡറും നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഫൈനലി നമ്മുടെ ഡവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗുലാബ് ജാമുന് വേണ്ട ബോൾസ്, അതായത് റൗണ്ട് ഷേപ്പിലുള്ള ബോൾസ് ഉരുട്ടിയെടുക്കാം ഈ ഡവ് വെച്ചിട്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചസാര പാനി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ഒരു 1/2 കപ്പ് വെള്ളത്തിലേക്ക്, അതായത് 1:1 റേഷ്യോയിൽ ഒഴിച്ചിട്ട് നമുക്ക് അത് നന്നായിട്ട് ചൂടായി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പാകം അറിയുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അതായത് നമുക്ക് ത്രെഡ് എന്ന് പറയും. ഇതിപ്പോൾ 1 ത്രെഡാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ 1 ത്രെഡ് ആണ് ഇതിന് കറക്റ്റായിട്ടുള്ള ഒരു പാകം. ഇനി നമ്മൾ അതിൻ്റെ ഒരു കുറച്ച് ഫ്ലേവറിങ്ങിനായിട്ട് നമ്മൾ കാർഡമം പൗഡർ, അതായത് ഏലക്കാപ്പൊടി ആഡ് ചെയ്യുകയാണ്. നമ്മൾ റോസ് വാട്ടർ ആഡ് ചെയ്യുന്നില്ല, പകരം ഏലക്കാപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഗുലാബ് ജാമുൻ ബോൾസ് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അതിനായിട്ട് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലിലാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സൺഫ്ലവർ ഓയിൽ ഒരു ചീഞ്ചട്ടിയിലേക്ക് ഒഴിച്ച് നമ്മളുടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ബോൾസ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതിനൊരു 2 ഭാഗമുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ എത്തുമ്പോഴേക്കും നമ്മൾ എടുത്തിട്ടുണ്ട് എങ്കിൽ അത് ഗുലാബ് ജാമുൻ്റെ ഭാഗമാണ്. അതിൽ കുറച്ചും കൂടെ കൂടുതൽ നേരമായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു ബ്ലാക്ക് കളർ വരും. അത് ആണ് കാലാ ജാമുൻ്റെ പാകം. അപ്പോൾ ഇത് ഫൈനലി അത്യാവശ്യം ആയിട്ടുണ്ട്. ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് ഇതിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എടുക്കുകയാണ്. ഇതാണ് ഗുലാബ് ജാമുൻ്റെ ഒരു പാകം. അപ്പോൾ നമ്മളിത് നേരെ നമ്മുടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന പഞ്ചസാര പാനിയിലേക്ക് ഇടുക. ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു 1 hour to 2 hours വെക്കുക, സോക്ക് ചെയ്തിടുക. അത് കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളത് എടുത്തേക്കുന്നത് അത്യാവശ്യം 1 hourന് ശേഷമാണ്. പക്ഷേ സ്റ്റിൽ ഇതിൻ്റെ ഒരു ഔട്ടർ കവറിങ് അത്യാവശ്യം ഹാർഡാണ്. അപ്പോൾ അതിൻ്റെ റീസൺ ചിലപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ 1 hour ഇത് സോക്ക് ചെയ്തിട്ട് ഇട്ടേക്കുന്നതിൻ്റെ ടൈം കുറവായതായിരിക്കാം. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ടേസ്റ്റ് വൈസ് നമുക്കൊരു എക്സാക്റ്റ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗുലാബ് ജാമുൻ്റെ ടേസ്റ്റ് കിട്ടിയില്ലെങ്കിലും ഇതിന് നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.